സത്യത്തിൽ ഇപ്പോൾ ഗബ്രിയുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും പിരിയാനുള്ള കാരണം റസ്മിൻ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. റസ്മിൻ കാരണമാണ് ജാസ്മിൻ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഗബ്രിയുടെ വിഷയം. ഇപ്പൊ റസ്മിനെ വെറുക്കുകയാണ് ഗബ്രി. എന്നാൽ ഗബ്രിക്ക് റസ്മിനോട് വെറുപ്പാണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ റസ്മിനോട് സ്നേഹവും. റസ്മിൻ മാത്രമേ എനിക്ക് കൂടെയുള്ളൂ എന്നുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ പറച്ചിലാണ് അവിടെ ജാസ്മിൻ പറയുന്നത്. റസ്മിൻ അല്ല തെറ്റ് ചെയ്തത്, തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താണുള്ളത്, എനിക്കാണ് പലതും തോന്നിയതെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷെ ഗബ്രി പറയുന്നത് നിന്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചോദിക്കാൻ പറഞ്ഞതും ഇതിന് വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും എല്ലാം റസ്മിനാണ്. ഇന്നലെ അൺനെസസറി ആയിട്ട് നമ്മുടെ ഇടയിൽ ഈ സംസാരം മുഴുവൻ ഉണ്ടാവാനുള്ള കാരണം റസ്മിനാണ്. നിനക്കെല്ലാം പറയാനും കേൾക്കാനും എല്ലാത്തിനും റസ്മിനുണ്ട്, എനിക്കിവിടെ ആരുമില്ല എന്നുള്ളതാണ് ഗബ്രി പറയുന്നത്. സത്യത്തിൽ ഇപ്പൊ എന്തായി, റസ്മിൻ മൂഞ്ചി എന്ന് പറയാം. രണ്ടുപേരുടെയും ഫ്രണ്ടാണ്, രണ്ടുപേരുടെ ഇടയിൽ ഞാൻ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആരാണ് മൂഞ്ചിയത്? റസ്മിൻ തന്നെ. ഗബ്രി ഇപ്പോ കറിവേപ്പില പോലെ അവിടെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് റസ്മിനെ. ഇനി അധികം വൈകാതെ തന്നെ അവിടെ ജാസ്മിനും തള്ളി പറയും. കാരണം ഇവിടെ ഗബ്രിയെ കുറിച്ച് മോശം ഇത്തിരി റസ്മിൻ പറഞ്ഞിരുന്നു. എന്തായാലും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ ആര് കറിവേപ്പിലയാവും? റസ്മിൻ കറിവേപ്പിലയാവും. ഇപ്പൊ ഗബ്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഇടയിലുള്ള പ്രശ്നത്തിന് മുഴുവൻ കാരണക്കാരി റസ്മിൻ ആണ് എന്ന് ഗബ്രി അവിടെ തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് ജാസ്മിനും കൂടി പറയേണ്ട ആവശ്യകതയുള്ളൂ. അധികം വൈകാതെ തന്നെ പറയും. അതോടുകൂടി റസ്മിനെ മതിയാകും, വയറ് നിറയും. അവിടുന്ന് എന്തായാലും റസ്മിൻ ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് പ്രേക്ഷകർക്ക് മുഴുവൻ റസ്മിന്റെ അടുത്തുള്ള ഫുൾ ഇഷ്ടവും പോയി കിടക്കാണ്. റസ്മിൻ അധികം വൈകാതെ തന്നെ പുറത്തേക്ക് വരാം. അതിനിടയിൽ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ തേച്ചൊട്ടിക്കുന്നതോടുകൂടി റസ്മിൻ തീർന്ന്. അതാണ് ഇപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നത്.